ഫ്രണ്ട്സ്, ഞാനിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് ലൈനിങ് ബ്ലൗസാണ്. അത് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബ്ലൗസിൽ നിന്ന് ബാക്ക് നെക്ക്, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മുതൽ താഴെ ബാക്കിലേക്ക് ലെങ്ത് എത്രയാണെന്നുള്ളത് നോക്കാം. 13.75 ഉണ്ട്. എനിക്ക് ഒരു 15 ഇഞ്ച് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഒരു 1.25 ഇഞ്ച് കൂട്ടിയെടുക്കാം. 13.75 ബ്ലൗസിൻ്റെ അതിലുള്ള അളവ്. അതിലൊരു 1.25 ഇഞ്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്, പ്ലസ് 2 ഇഞ്ച് കേട്ടോ. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇതെന്തിനാണ് മാർക്ക് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസിലെ നെക്ക് അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബ്ലൗസിൻ്റെ നെക്ക് വന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ സെൻട്രലിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് ഈ ലെങ്ത് ഇല്ലേ അതിൻ്റെ അവിടെ മുതൽ ഇങ്ങനെ മേലോട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് അതിൽ നിന്ന് ഒരു 4 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്താം. 4 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് ബാക്ക് പാർട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടാണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പാർട്ട് എങ്ങനെയാണ് വെച്ച് കട്ട് ചെയ്യണമെന്നുള്ളത് നോക്കാം നമുക്ക്. ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഒരു 4 ഇഞ്ച് മേലോട്ട്, 4 ഇഞ്ച് ഞാൻ ഇതിലിപ്പോൾ 4 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് ഞാൻ ഒരു 1/2 ഇഞ്ച് മേലോട്ട് അങ്ങനെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഈ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പാണ്. അതാണ് ഇതിവിടെ മേലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബാക്കിലെ നെക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഉള്ളിൽ ഒരു 4 ഇഞ്ച് അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ച് ബാക്ക് പാർട്ട് താഴെ വെച്ച് മാർക്ക് ചെയ്ത് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ അതേപോലെ 15 ഇഞ്ച് അളന്നെടുക്കാം. ഒരു 15 ഇഞ്ച് അതേപോലെ
മാർക്ക് ചെയ്തിട്ടുണ്ട്. മേലെ 4 ഇഞ്ചോ 6 ഇഞ്ചോ തയ്യൽ തുമ്പ് എത്രയാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്തിടാം. അതിനുശേഷം ബ്ലൗസ് വെച്ചിട്ട് അടയാളപ്പെടുത്താം. ഫസ്റ്റ് 4 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൽ പീസുകളൊക്കെ വെച്ച് തയ്ച്ചു കൊടുക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റായി വെച്ചിട്ട് കറക്റ്റായി വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇതാണ് പോയിന്റ് കേട്ടോ. ഷോൾഡർ 4 ഇഞ്ച് അങ്ങോട്ട്, 4 ഇഞ്ചല്ല 1/2 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴി ഇതാണ് അതിൻ്റെ ഒരു അളവ്. ചെക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്കും കൈക്കുഴിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഉള്ള ഡോട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് ഈ ഡോട്ടിൻ്റെ അതേ ഇതിൽ മാർക്ക് ചെയ്തിട്ട് ഒരു 4 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് താഴോട്ട് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ അളന്ന് വെച്ചിട്ട് വീണ്ടും ഈ വരൻ്റെ അവിടെ വെച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഒരു 4 ഇഞ്ച് താഴോട്ടായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് അളവ്. ഇനി ഇത് വന്നിട്ട് എത്ര നീളമാണെന്ന് നോക്കാം. കറക്റ്റ് ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ചെയ്യേണ്ട മാർക്കിംഗ് ആണ് കേട്ടോ. ഇനി വന്നിട്ട് ഈ ഡോട്ടിൻ്റെ ഈ സെൻറ്ററിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. പിടിച്ചു കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ സെൻറ്റർ എടുക്കാം. എടുത്തിട്ട് ഷോൾഡറിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബ്ലൗസ് അങ്ങനെ വെച്ച് കറക്റ്റ് സെൻറ്ററിൽ വന്നിട്ട് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് എത്ര ലെങ്ത്ത് എന്നുള്ളത് നോക്കാം. ഇതിൽ 2.25 വന്നിരിക്കുന്നത്. ആ 2.25 താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.25. പിന്നെ ഇങ്ങോട്ട് വരുന്നത് 1 ഇഞ്ച്, 1 ഇഞ്ചാണ്. 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് എത്രയാണെന്നുള്ളത് നോക്കാം. ഇത് 2.25 വരുന്നത് പോയിന്റിൻ്റെ.
ഇനി സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കാം. സൈഡ് വന്നിട്ട് ഷേപ്പിൻ്റെ അവിടെ ഇത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ നോക്കട്ടോ. ഇനി ഈ ഡോട്ടും എത്ര അളവുണ്ടെന്നുള്ളത് നോക്കാം. ഇവിടെയാണ് അളവ് വരുന്നത്, അതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഡോട്ടും ഏത് വരെ നോക്കാം. ഇവിടെയാണ് മാർക്കിങ് വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വെച്ചിട്ട് കൈക്കുള്ളിൻ്റെ അതുവരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് സെൻറ്റർ വരുന്നത്. മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യാം. ഈ പോയിന്റിൻ്റെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ വെച്ചൊരു കട്ടിങ്. അതിനുശേഷം തിരിച്ച് മടക്കിയിട്ട് കറക്റ്റ് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ പോയിന്റ് കാണാൻ പറ്റും നമുക്ക്. എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാറ്റാം. സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിലൊരു 1/2 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലൈനിങ് വെച്ചിട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ 1/2 ഇഞ്ച് താഴോട്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ് അതിൽ നിന്ന് മേലോട്ട് തയ്യൽ തുമ്പ് അടക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇവിടെ വരാം. സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴെ പട്ട അത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. താഴത്തെ താഴെ വെച്ച് അടിക്കുന്ന ആ പീസ് എങ്ങനെ കട്ട് ചെയ്യണം നോക്കാം. പട്ട എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. 4 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 മടക്കാക്കിയിട്ടാണ് വിരിച്ചിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഈ ബ്ലൗസിൻ്റെ ഇവിടെ മുതൽ മേലോട്ട് കറക്റ്റ് ഇതാ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഒരു 4 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്താം. അതിനുശേഷം ഈ ഡോട്ട് വരുന്നതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതൊരു 4 ഇഞ്ച്, എന്നിട്ട് 4 ഇഞ്ച് മേലോട്ട് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് അടിയിൽ ചെറു മേലൊക്കെ ആക്കിയിട്ട് ഇത് ബാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ബാക്ക് പാർട്ട് അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് പാർട്ട് നമുക്ക് അതേപോലെ ഞാൻ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലൈനിങ് പീസ് എടുത്തിട്ട് ബ്ലൗസ് പീസിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. നെക്കിൽ വെച്ച് കൊടുക്കാനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ വെക്കാനുള്ള 2.5 ഇഞ്ച് 1.5 ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള 2 പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രോസ് പീസ് കഴുത്തിൽ വെക്കാനുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് 4 മടക്കി വിരിച്ചിട്ട് അതിന് മേലെ ഈ പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഫ്രണ്ടിലെ പട്ട വെക്കുന്നില്ലേ, അത് കട്ട് ചെയ്തെടുക്കാം. ഈ ചെറിയ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അത് ഇതുപോലെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് അതേ അളവിന് കട്ട് ചെയ്തെടുക്കുക. അതും കട്ട് ചെയ്തിട്ട് സ്ലീവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലൈനിങ് വെച്ചിട്ട് എല്ലാം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്. അതുവരേക്കും ബൈ.